ക്ലിക്ക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ പറഞ്ഞിരുന്നു ഈ ആഴ്ചയിലെ യാത്ര മോണ്ടോറോസിൻ്റെ കൂടെയാണെന്നുള്ളത്. വയനാട്ടിൽ കുറ്റ്യാടി ചുരമൊക്കെ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ കോറോമിലെ മക്കിയാടിലെ മിസ്റ്റി ഹെവൻ എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഇവിടെയാണ് ആക്ടിവിറ്റീസൊക്കെ. മോണ്ടോറോസിൻ്റെ കൂടെയാണ് ഗസലും അതുപോലെ തന്നെ ട്രക്കിങ്ങും ഒക്കെ ആയിട്ട് 2 ദിവസം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഏതായിരുന്നാലും ഇവിടെ നല്ല ആംബിയൻസ് ആണ്. വന്നപ്പോൾ തന്നെ ഇതങ്ങനെ ഒരു നല്ലൊരു കയറ്റം കയറി നടന്നിങ്ങനെ വരികയാണ്. വണ്ടിയൊക്കെ കയറിട്ടോ അങ്ങോട്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. മിസ്റ്റി ഹെവൻസിൽ നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞല്ലോ. രാത്രി ഗസലാണ്, നാളെ രാവിലെ ട്രക്കിംഗ് ആണ്. അതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ഒരു ടീ എസ്റ്റേറ്റിലൂടെ ഉള്ളൊരു സഫാരി നടത്തുന്നുണ്ട്. ഒരു ഓഫ് റോഡ് ജീപ്പിലുള്ള സഫാരിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ വില്ലകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ടോട്ടൽ 3 വില്ലയാണുള്ളത്. ഫാമിലീസിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള 3 വില്ലാസാണ് ഈ മിസ്റ്റി ഹെവൻസിലുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ സൂപ്പർ കാഴ്ചകളാണ്. നല്ലൊരു സൂപ്പർ വൈബുള്ള നല്ലൊരു ഫീൽ വരുന്ന നല്ലൊരു ഹോം സ്റ്റേ ആണിത്. നോർമലി ഉള്ള ഒരു റൂമുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വില്ലകളാണ്. ഓരോ വില്ലയിലും 2 റൂം വീതം ഒരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന നല്ല റൂമുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരത്തെ നല്ല പഴംപൊരി ഉണ്ട്, നല്ല വയനാടൻ തേയില കൊണ്ടുള്ള നല്ല കിടു ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഹോം സ്റ്റേ ഇങ്ങനെ കടന്നു വരുമ്പോഴുള്ള ആ ഒരു ബാൽക്കണി പോലെയുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വയനാടിൻ്റെ ഒട്ടു മേഖലയും ഒരു സൂപ്പറായിട്ടുള്ള നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ മോണ്ടോറോസിൻ്റെ കൂടെയാണ്. മോണ്ടോറോസ് എന്താണെന്നുള്ളതും മോണ്ടോറോസിൻ്റെ യാത്രകൾ എങ്ങനെയുള്ള യാത്രകളാണ് എന്നുള്ളതൊക്കെ മോണ്ടോറോസിൻ്റെ തന്നെ ആളുകളായിട്ടുള്ള 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. ഷിയാബ് പെരുവള്ളൂർ, അതുപോലെ തന്നെ മുനീർ ചെങ്ങാനി. അപ്പോൾ മുനീർ മാഷേ, മോണ്ടോറോസ് ഏതൊക്കെ രീതിയിലുള്ള യാത്രകളാണ് കണ്ടക്ട് ചെയ്യുന്നത്? മോണ്ടോറോസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. 2016 നമ്മൾ മോണ്ടോറോസ് സ്റ്റാർട്ട് ചെയ്തത്. മോണ്ടോറോസിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളാണ്. നമ്മൾ ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്ക് പുറമെ ചരിത്ര പ്രധാനമായ പല സ്ഥലങ്ങളും യാത്ര ചെയ്യുന്നു. എല്ലാ മാസങ്ങളിലും 1-2 യാത്രകളാണ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്, കണ്ടക്ട് ചെയ്തിരുന്നത്. നമ്മളെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളോടൊപ്പം എന്തെങ്കിലും ഒരു യാത്രക്കെങ്കിലും പോയാൽ നമ്മളോടുള്ള ആ സൗഹൃദം നിലനിർത്തുന്നു, മോണ്ടോറോസിനെ ഇഷ്ടപ്പെടുന്നു. അവർ റെഫർ ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഭാവിയിലുള്ള യാത്രകൾക്ക് നമുക്ക് ആളുകളായി വരുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇന്നത്തെ യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ രാത്രിയിലെ ഗസൽ. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റി മറ്റുള്ള യാത്രാ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മോണ്ടോറോസ് പലപ്പോഴും യാത്രകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾക്കൊക്കെ ഒരു അവസരം മോണ്ടോറോസിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടബോധം എന്തായാലും തോന്നില്ല. അത്രയും നല്ല ഒരു ടീം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മിസ്റ്റി ഹെവൻ്റെ അടുത്തുള്ള അഡ്വഞ്ചറസ് ട്രിപ്പ് മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന 2 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നാഫി, അതുപോലെ തന്നെ അബ്ദുൾ റഷീദ്. ഫാമിലിക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണ് മിസ്റ്റി ഹെവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഫാമിലിക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് വന്നു കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇവർ പരിചയപ്പെടുത്തി തരും. പൊതുവെ ട്രക്കിംഗ് ഒരു വൈൽഡ് ലൈഫ് ട്രക്കിംഗ് ആണ്. അതായത് ഈ ഒരു ഹിൽസിന്റെ മേലെ കുരിശുമല എന്ന് പൊതുവെ അറിയപ്പെടുക. വയനാട്ടിൽ കുരിശുമല എവിടെയാന്ന് ചോദിച്ചാൽ പറയും മക്കിയാടാണ്. അതുപോലെ തന്നെ കുറെ സ്പോട്ടുകളുണ്ട്. ഇവിടെ അടുത്ത് തന്നെ വെള്ളമുണ്ട മലയുണ്ട്, അതുപോലെ തന്നെ ബ്രഹ്മഗിരി മലയുണ്ട്, ഒരുപാട് മലകളുണ്ട്. അതുപോലെ ഒരു സ്പോട്ടാണ് ഇത്. അതായത് ക്രിസ്ത്യൻ വിഭാഗപ്പെട്ട ഒരു മലയാറ്റൂർ മല എന്നൊക്കെ, അതുപോലെ തന്നെ അവര് ഓരോ കൊല്ലത്തിൽ കയറുന്ന പോലത്തെ മലയാണ്. പൊതുവെ എല്ലാവർക്കും അതുപോലെ തന്നെ കയറാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ അതല്ലാതെ വേറെ ട്രക്കിംഗ് ഏരിയ അല്ല, പിന്നെ വേറെ എന്താ ഉള്ളത്? വാട്ടർഫാൾസ് ഏതാണ്? ഇവിടെ അടുത്ത് വെള്ളമുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അല്ല, മെയിൻ ആയിട്ട് അൺഎക്സ്പ്ലോർഡ് അതൊക്കെ. ആരും പറയപ്പെടാത്ത സംഗതികളാണ്.
പറയാം ഇതുവരെ കൂടുതലായിട്ട് ആൾക്കാർ അറിയപ്പെടാത്ത സ്ഥലങ്ങളാണ് റെയിൻ ഫോറസ്റ്റ് ഏരിയകളാണ് അല്ലേ? അപ്പം അങ്ങോട്ട് കയറി പോകാൻ എന്തെങ്കിലും തരത്തിലുള്ള പെർമിഷനും ആവശ്യമില്ല. പിന്നുള്ളത് കുറുമ്പാലക്കോട്ട അറിയുന്ന കുറുമ്പാലക്കോട്ട ഇവിടെ മാനന്തവാടി അങ്ങോട്ടേക്ക് പോയാൽ ബ്രഹ്മഗിരി ഹില്ലുണ്ട്, അവിടെ ഇപ്പോൾ ട്രക്കിങ് നടക്കുന്നുണ്ട്. പിന്നെ ചെറപ്പുള്ളി. അപ്പോൾ ഈ നമ്മൾ സാധാരണ എല്ലാ സമയത്തും താമരശ്ശേരി ചുരം കയറിയിട്ടാണ് വയനാട്ടിലേക്ക് കടക്കാറുള്ളത്. അപ്പോൾ കുറ്റ്യാടി ചുരം കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് പറയപ്പെടാത്ത അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു മക്കിയാട് കോറം ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ ആരും എപ്പോഴും നമ്മളൊരു ഫാമിലിയായിട്ട് കയറുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കയറുകയാണെങ്കിലോ ഒക്കെ നമ്മൾ ആദ്യം കയറുന്നത് താമരശ്ശേരി ചുരം കയറിയിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചൊക്കെ റൂട്ടൊക്കെ ഒന്ന്. അപ്പോൾ ഇതിലൂടെ ഒന്ന് വരിക. കോറം മക്കിയാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തൊക്കെ ഈ ഒരു ഏരിയകളിലൊക്കെ ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകൾ, വാട്ടർഫാൾസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ട് പോകാവുന്നതാണ്. ഇവിടുത്തെ മിസ്റ്റി ഹെവൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീ എസ്റ്റേറ്റിലേക്കുള്ള സഫാരി പോവുകയാണ്. ഓഫ് റോഡാണ് കംപ്ലീറ്റ് കേട്ടോ. നല്ല ഫീലായിരിക്കും ഈ ഒരു സമയത്ത്, വൈകുന്നേര സമയത്ത് തണുത്ത കാറ്റും കൊണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ട്. ജീപ്പിലാണ് പോകുന്നത്. ഓഫ് റോഡാണ്, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടീ എസ്റ്റേറ്റിലെത്തി. ഇവിടുത്തെ ഇതാണ് നമ്മളെ ടീ എസ്റ്റേറ്റിൽ ഓഫ് റോഡ് എന്ന് പറയുന്നത്. സൂപ്പർ, നല്ല അടിപൊളി ഓഫ് റോഡായിരുന്നു കേട്ടോ. ഇനി ഇതാണ് സ്ഥലം നമ്മുടെ. ഈ കാണുന്ന മലയിലാണ് നമ്മൾ നാളെ രാവിലെ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രക്കിങ്. ടീ എസ്റ്റേറ്റിൻ്റെ താഴെ ഒരു മലയുടെ താഴ്വാരം മുഴുവനായിട്ടും ടീ എസ്റ്റേറ്റാണ്. സൂപ്പർ, നല്ല ഒരു തണുത്ത കാറ്റോട് കൂടിയിട്ടുള്ള ഒരു വൈകുന്നേരം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ്, നല്ല കാഴ്ചകൾ, കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചയാണ്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹയാത്രികരാണ് ഇതൊക്കെ. സകില്, സുല്ലേട്ടൻ, സലാദ്യാക്ക, പിന്നെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ. ഒരു ടീം വരുന്നുണ്ട് കേട്ടോ ബൈക്കിൽ. ഇവിടെ കാണുന്ന ഈ ഒരു മലയാണ് മക്കിയാടിലെ കുരിശുമല എന്ന് പറയുന്ന മല. ഇവിടെയാണ് നാളെ നമ്മൾ രാവിലെ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, നല്ല ചെറുതായിട്ട് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ആകാശത്ത് ഇങ്ങനെ ചെറിയ ചുവപ്പ്, താഴെ നല്ല ഇളം പച്ച നിറഞ്ഞിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം. ഈ ഒരു അന്തരീക്ഷത്തിൽ എത്ര നിന്ന് കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല. അത്രയും നല്ല ഒരു എല്ലാ ടെൻഷനുകളും മറന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. നല്ലൊരു ഫീലാണ് കേട്ടോ. ആ മലയുടെ താഴെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഈ മലയിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ള നമുക്ക് മുന്നിലുള്ള കാഴ്ച. മോണ്ടോറോസിൻ്റെ ഈ ട്രിപ്പിൽ, ഈ ക്ലബിൽ നിന്ന് 2 പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് കേട്ടോ. നമ്മുടെ ഏത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാലും ആദ്യം റിപ്ലൈ തരുന്ന, ആദ്യം യെസ് പറയുന്ന 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അടുത്തുള്ള ആൾക്കാരൊന്നുമല്ല, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഒന്ന് നമ്മുടെ സുല്ലേട്ടന്, അതുപോലെ തന്നെ സലാഹുദ്ദീൻക. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്ന ആളാണ് സുല്ലേട്ടൻ. മോണ്ടോറോവേഴ്സിൽ ട്രിപ്പ് വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഇതിൽ ചേർന്നതിന് ശേഷം വളരെ, അതായത് ഇത്രയും കൂട്ടായ്മയും ഇതൊരു എക്സ്പീരിയൻസിൽ ഒരു പറയാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ ആ കൂട്ടായ്മയെല്ലാം വളരെ നമ്മളത് എക്സ്പീരിയൻസ് എന്താ അനുഭവിക്കേണ്ട കൂടെ വന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. സലാഹുദ്ദീൻ, എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഹൈ മോറൽ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ടീമാണിത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യങ് ബ്ലഡ് എല്ലാവരും അല്പം അടിച്ച് പൊളിച്ച മീൻസ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ പോകുന്ന സമയത്ത് ഇത്രയും ഹൈ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ടീം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എണ്ണം പറഞ്ഞ ടീമുകളിലൊന്നാണ്. അതുകൊണ്ട് ആർക്കും എപ്പോഴും ചേരാവുന്ന ഒരു ഗ്രൂപ്പാണിത്. ഇത് നല്ല പരസ്പര ബന്ധങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്കത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. വീണ്ടും ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഒരു യാത്ര കഴിഞ്ഞാലും ആ യാത്രയോട് കൂടി കഴിയുന്നില്ല നമ്മുടെ ബന്ധങ്ങൾ. തീർച്ചയായിട്ടും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ആളുകളായിട്ടൊക്കെ മോണ്ടോറോവേഴ്സിന് ബന്ധങ്ങളുണ്ട്. ഇവിടെ ജാതീയതയോ മറ്റ് കാര്യങ്ങളോ മതമോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, പ്രായ വ്യത്യാസങ്ങളില്ല. 50-60 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ കൂടെ യാത്ര വരാറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മോണ്ടോറോവേഴ്സിൻ്റെ കൂടെ യാത്ര പോരുന്ന ഏതൊരാൾക്കും ആ ഒരു കൂട്ടത്തിൻ്റെ കൂടെ, ആ ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും യാത്ര പോരാൻ
എപ്പോഴും അവർ എന്ത് ചെയ്യും, ഏത് ടൈം മാറ്റി എന്ത് തിരക്കുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഓടി വരുന്ന ആളുകളാണ്. നല്ലൊരു കാലാവസ്ഥയിൽ നമ്മൾ വൈകുന്നേരത്തിന് ശേഷം ഒരു ചെറിയ ഗസൽ പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതെല്ലാവരും പരമാവധി ആസ്വദിക്കുക. ഗസൽ പാടുന്നത് ജസൽ മുബാറക്കും ഇഷാൻ മുഹമ്മദുമാണ്. വളർന്നു വരുന്ന 2 പ്രതിഭകളാണ്. അപ്പോൾ അവരുടെ പരിപാടി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ऐसा लहरा के तू रूबरू आ गई, ऐसा लहरा के तू रूबरू आ गई, धड़कने पे तो हाशा तड़पने लगी, धड़कने पे तो हाशा तड़पने लगी, तीर ऐसा लगा दर्द ऐसा जगा, तीर ऐसा लगा दर्द ऐसा जगा, छोट दिल पे वो खाली मजा आ गया, मेरे रश के कमर तूने पहली नजर, जब नजर से मिलाई मजा आ गया. दूल्हे का सहरा सुहाना लगता है, दूल्हे का सहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है. मैं तेरी बाहों के झूले में पली बाबुल, जा रही हूँ छोड़ के तेरी गली बाबुल, मैं तेरी बाहों के झूले में पली बाबुल, ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂടുവെച്ചോളാം, ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂടുവെച്ചോളാം, എൻ്റെ റൂഹും നിന്റെ ചാരേ ഞാനയച്ചോളാം, എൻ്റെ റൂഹും നിന്റെ ചാരേ ഞാനയച്ചോളാം, മഴ ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ, ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ, ഇളം നാമ്പു പോൽ, കുളിർ കാറ്റു പോലെ ചാരെ വന്നോളെ, എൻ്റെ ചാരെ വന്നോളെ. യാ ഗരീബ് नवाज़, ख्वाजा मेरे ख्वाजा, दिल में समा जा, शाह का तू अली का दुलारा, ख्वाजा मेरे ख्वाजा, दिल में समा जा, शाह का तू अली का दुलारा, ख्वाजा मेरे ख्वाजा, दिल में समा जा,
जा मेरे ख्वाजा, दिल में समा जा, बेकोसों की तकदीर तूने है सवारी. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസുകളൊക്കെ കഴിഞ്ഞു. ഗസൽ, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, മറ്റ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഫീലുള്ള ദിവസമായിരുന്നു. കുറേ സംഗതികൾ ചെയ്തു നമ്മൾ. അപ്പോൾ നാളത്തെ നമ്മുടെ പരിപാടികൾ ഇവിടെ മക്കിയാടുള്ള കുരിശുമലയിലേക്കുള്ള ട്രക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡോടെ അവസാനിക്കുകയാണ്. തൽക്കാലം വിടവാങ്ങുന്നു. നാളെ നമുക്ക് കൂടുതൽ ഭംഗിയോടുകൂടി കാണാം. ബൈ.